ഹലോ 2022 ജൂൺ 24 നടന്ന JEE മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഷിഫ്റ്റ് 2 ആണ്. ഷിഫ്റ്റ് 2 സെക്ഷൻ എ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഇനി സെക്ഷൻ ബി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ ബിയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തത്തിലുള്ളത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. A body is projected from the ground at an angle of 45 with the horizontal. The velocity after 2 seconds is 20 meter per second. The maximum height reached by the body during the motion. ഈ പ്രോബ്ലത്തിൽ നമുക്ക് മാക്സിമം ഹൈറ്റ് ആണ് കണ്ടുപിടിച്ചത്. എച്ച് മാക്സ് കണ്ടുപിടിക്കണം. എച്ച് മാക്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. യു സൈൻ തീറ്റ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. യു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ യു വൈ അല്ലേ. അപ്പൊ എച്ച് മാക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. യു വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ യു വൈ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എച്ച് മാക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്താണ്? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ആണെന്ന് പറയുമ്പോൾ തന്നെ യു എക്സും യു വൈയും ഈക്വൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഇൻഫർമേഷൻ ഇസ് ദിസ്: യു എക്സ് ഈസ് ഈക്വൽ ടു യു വൈ. ഇനിയും ആഫ്റ്റർ സം ടൈംസ് അതിന്റെ ഫൈനൽ വെലോസിറ്റി 20 ആണെന്ന് പറയും. ആ ഫൈനൽ വെലോസിറ്റിക്ക് ആഫ്റ്റർ സം ടൈം അതിന്റെ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണന്റ് ഉണ്ട്, വി എക്സും വി വൈയും. നമ്മൾ ഈ വി എക്സും വി വൈയും യു എക്സും യു ആയിട്ട് എങ്ങനെയും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നോക്കൂ, ഓൾറെഡി നമുക്കറിയാം വി സ്ക്വയർ എന്ന് പറയുന്നത് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ആണെന്ന് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി വി എക്സ് എന്ന് പറയുന്നത് യു എക്സിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ വി എക്സ് ആൻഡ് യു എക്സ് ആർ ഈക്വൽ. ഹൊറിസോണ്ടലി ആക്സലറേഷൻ ഇല്ല, അതുകൊണ്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് മാറ്റമില്ല. അപ്പൊ ഞാൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി എക്സ് സ്ക്വയറിന് പകരം യു എക്സ് സ്ക്വയർ എന്ന് എഴുതി, പ്ലസ് വി വൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? യു വൈ മൈനസ് ജി ടി എന്ന് എഴുതാം. ജി ടി ഹോൾ സ്ക്വയർ. മനസ്സിലായോ? ഇനിയും നമുക്ക് ജിയുടെ വാല്യൂ അറിയാം, ടിയു അറിയാം, വിയു അറിയാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു കാര്യം ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ വേറൊരു കാര്യം കൂടെ ചെയ്യാം. യു എക്സും യു വൈയും ഈക്വൽ ആണെന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ യു എക്സിന് പകരം യു വൈ എഴുതുന്നു. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് യു വൈ മൈനസ് ജി ടി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനിയും തന്നിട്ടുള്ള വാല്യൂസ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി 20 ആണെന്നുണ്ട്, therefore this is 400 ഈസ് ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് യു വൈ മൈനസ് ജി 10 ആണ്, ടി 2 ആണ്. അങ്ങനെ ഇവിടെ 20 തോന്നുന്നു, 20 ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് യു വൈ സോൾവ് ചെയ്യാം. ലെറ്റ് us try. 400 ഈസ് ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് യു വൈ സ്ക്വയർ പ്ലസ് 400 മൈനസ് 40 യു വൈ എന്ന് വന്നു. ഇവിടെ 400 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 യു വൈ സ്ക്വയർ മൈനസ് 40 യു വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഒരു യു വൈ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് യു വൈ ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. യു വൈ 20 ആണെങ്കിൽ നമുക്ക് എച്ച് മാക്സ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. എച്ച് മാക്സ് എന്താ നമ്മൾ പഠിച്ചത്? യു വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്നാണ് നമ്മൾ പഠിച്ചത്. യു വൈ എന്ന് പറയുന്നത് എന്താ? 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10, അതും 20. അങ്ങനെ നമുക്ക് എച്ച് മാക്സ് മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബോഡി ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എത്ര വരും? നമുക്ക് 20 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, an antenna is placed in a dielectric medium of dielectric constant 6.25. If the maximum size of that antenna is 5 millimeter, it can radiate a signal of minimum frequency of. Okay, ആ മീഡിയത്തിൽ ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ലാംഡ ആയിരിക്കും, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആയിരിക്കും. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് സി ബൈ എൻ ആണെന്ന് നിങ്ങൾക്കറിയാം. സി ബൈ എൻ, ഓക്കെ, ഈസ് ഈക്വൽ ടു എഫ്. ഇനി ലാംഡ എന്ന് പറയുന്നത് എന്താണ്? 4 ടൈംസ് ലെങ്ത് ഓഫ് ദ ആന്റിനയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലെങ്ത് ഓഫ് ദ മിനിമം ലെങ്ത് ഓഫ് ദ ആന്റിന ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4 എന്നൊരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് ലാംഡയ്ക്ക് നമ്മൾ എന്ത് എഴുതി? 4L എന്ന് എഴുതി. ഇനി എൻ കണ്ടുപിടിക്കണം. എൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എപ്സിലോൺ ആർ മ്യൂ ആർ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന റിലേഷൻ ആണ്. അങ്ങനെ എൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു റൂട്ട്
എപ്സിലോൺ ആർ 6.25 എന്നുണ്ട്, മ്യൂ ആർ 1 ആണെന്നും ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെ n ഈസ് ഈക്വൽ ടു 2.5 എന്ന് കിട്ടി. 2.5. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസിനെ എങ്ങനെ എഴുതാം? സി ഡിവൈഡഡ് ബൈ n ഇൻറ്റു 4l എന്ന് എഴുതാം. 4l. അപ്പൊ സി എത്രയാണ്? 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ n 2.5 ആണ്, ഇൻറ്റു 4 ഇൻറ്റു ലെങ്ത് എത്രയാണ് കുട്ടികളെ? 5 മില്ലിമീറ്റർ. അപ്പൊ 5 ഇൻറ്റു 10⁻³ ഇത് 2.5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 10⁻², അത് മുകളിലോട്ട് പോകും. അങ്ങനെ നമുക്ക് 3 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 10⁻10 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് 30/5 അല്ലെങ്കിൽ 6 ഇൻറ്റു 10⁻9 എന്ന് എഴുതാം. 10⁻9 എന്ന് പറഞ്ഞാൽ ജിഗാ ഹെഡ്സ് അല്ലേ. Therefore, it can be written as 6 gigahertz. 6 gigahertz എന്ന ആൻസർ എഴുതാം. ആൻസർ is 6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. A potentiometer wire of length 10 meter and a resistance 20 ohm is connected in series with the 25 volt battery and an external resistance 30 ohm. A cell of EMF E in secondary circuit is balanced by 250 centimeter long potentiometer wire. The value of E is x by 10, then value of x. ഇവിടെ ഒരു സെല്ല് ബാലൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ബാലൻസിങ് ലെങ്ത് ഓഫ് ദ സെൽ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, അല്ലെങ്കിൽ EMF ഓഫ് ദ സെൽ ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ബാലൻസിങ് ലെങ്ത് ആണ്. Therefore, let me write EMF of the cell is equal to potential gradient into length. ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ. അപ്പം ഞാൻ E ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഡെൽറ്റ വി എന്ന് എഴുതുന്നു. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് പെർ യൂണിറ്റ് ലെങ്ത് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ ഇൻറ്റു എൽ. അങ്ങനെ E ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഇൻറ്റു എൽ ബൈ എൽ. ഇനി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. Therefore, let me continue. ഡെൽറ്റ വി എന്ന് പറയുന്നത് ആ വയറിൽ കൂടെ പാസ് ചെയ്യുന്ന കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഇൻറ്റു വാട്ട്? എൽ ഡിവൈഡഡ് ബൈ എൽ. ഇനി കറന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ബാറ്ററിയുടെ പൊട്ടൻഷ്യലിനെ 25 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? വയറിന്റെ റെസിസ്റ്റൻസും പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസും. വയറിന്റെ റെസിസ്റ്റൻസ് 20 ആണ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 30 ആണ്. അങ്ങനെ ടോട്ടൽ റെസിസ്റ്റൻസ് 50 വന്നു. റെസിസ്റ്റൻസ് ഓഫ് ദ വയർ എത്രയാണ്? 20. ലെങ്ത് എത്രയാണ്? 250 സെന്റിമീറ്റർ. അതുകൊണ്ട് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയറും ഞാൻ സെന്റിമീറ്റർ എഴുതുകയാണ്. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഇവിടെ നമുക്ക് 1 ഡിവൈഡ് ബൈ 2 എന്ന് വന്നു, ഇൻറ്റു 20 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 4. അങ്ങനെ നമുക്ക് 5/2 എന്ന് വന്നു, വിച്ച് ഇസ് 2.5. ഈ 2.5നെ എക്സ് ബൈ 10 എന്ന് ഇക്വേറ്റ് ചെയ്യുക. എക്സ് ബൈ 10. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ് 25 എന്ന് കിട്ടും. Therefore, your answer is 25. എക്സിന്റെ വാല്യൂ 25 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Two traveling waves of equal amplitude and equal frequencies move in opposite direction along a string. They interfere to produce a stationary wave whose equation is given by y is equal to 10 cos pi x sin 2 pi t by t centimeter. Amplitude of the particle at x is equal to 4/3 centimeter will be. നോക്കിയേ, ഇവിടെ ആംപ്ലിറ്റ്യൂഡ്, ഒരു സ്റ്റേഷനറി വേവിൽ ഈ പാർട്ടാണ്, എക്സ് ഉള്ള ടേം ആണ് ആംപ്ലിറ്റ്യൂഡിനെ തരുന്നത്. ഓക്കെ, ദ എൻറ്റയർ പോർഷൻ ദിസ് ഗിവ്സ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ദിസ് വൺ ഈസ് ഓസിലേറ്റിംഗ് ടേം. ദിസ് ചേഞ്ചസ് വിത്ത് ദ ടൈം. ദിസ് ടേം ഓൺലി ചേഞ്ചസ് വിത്ത് ദ ടൈം ആൻഡ് ദിസ് ടേം gives you amplitude. Therefore, you can write amplitude is equal to 10 cos what? Pi x. Pi x. X is given as 4/3. Let us substitute there. Therefore, amplitude is 10 cos 4/3 pi. Cos 4/3 pi എന്ന് പറയുന്നത് 1/2 ആണ്. Therefore, this is 10 into 1/2, which is equal to 5. Therefore, amplitude is 5 centimeter. 5 centimeter. Centimeter is already written there. The answer is 1.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, ഇൻ എ ഗിവൺ സർക്യൂട്ട് ദ വാല്യൂ ഓഫ് കറന്റ് IL വിൽ ബി എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡിൽ കൂടെയുള്ള കറണ്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഈ ലോഡിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? ലോഡും ഈ സിന ഡയോഡും പാരലാണ്. അപ്പൊ സിന ഡയോഡിന് അക്രോസ് ഉള്ള അതേ പൊട്ടൻഷ്യലാണ് ലോഡിന് അക്രോസ് ഉള്ളത്. വാട്ട് ഈസ് ദാറ്റ്? 5 വോൾട്ട്. ലോഡ് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. therefore current through the load is potential drop across the load divided by resistance of the load. What is the potential drop across the load? 5 divided by resistance. How much? 1 kilo ohm. 1 kilo ohm എന്നുള്ളത് 10 to the power 3. അങ്ങനെ നമുക്ക് current through the load is equal to 5 into 10 to the power minus 3 ampere കിട്ടി, which is equal to 5 milliampere. 5 milliampere is the right answer. The answer is 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 6th question. A sample contains 10 to the minus 3 kg each of two substances A and B with a half-life 4 seconds and 8 seconds respectively. The ratio of then their atomic weight is 1:2. The ratio of amount of A and B after 16 seconds is x divided by 100. Then the value of x. Let us, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാമല്ലോ. നമ്പർ ഓഫ് ആറ്റം റിമെയിൻ അൺഡിക്കേഡ് ഈസ് ഈക്വൽ ടു n0 ഡിവൈഡ് ബൈ 2 to the power n, വേർ n ഈസ് നമ്പർ ഓഫ് ടി ഹാഫ് ലൈഫ് പീരീഡ്. n എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ടൈമിനെ ടി ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് n എന്ന് പറയുന്നത്. അപ്പൊ n ഓഫ് എ എങ്ങനെ എഴുതാം? n0 ഓഫ് എ ഇനീഷ്യൽ നമ്പർ ഓഫ് എ ഡിവൈഡഡ് ബൈ 2 to the power n. n എത്രയാണ്? n എത്രയാന്ന് ചോദിച്ചാൽ 16 സെക്കൻഡിൽ എത്ര 4 ഉണ്ടെന്ന് നോക്കിയാൽ 16 ഡിവൈഡ് ബൈ 4. 16 ഡിവൈഡ് ബൈ 4 ഈസ് 4. അതുപോലെ n ഓഫ് ബി, നമ്പർ ഓഫ് ആറ്റം ഓഫ് ബി ലെഫ്റ്റ് അൺഡിക്കേഡ്, അത് n0 ഓഫ് ബി ഡിവൈഡഡ് ബൈ 2 to the power n. n എന്ന് പറയുന്നത് 16 ഡിവൈഡ് ബൈ 8. 16 ഡിവൈഡ് ബൈ 8 ഈസ് 2 to the power 2. ഇതിന്റെ റേഷ്യോ നമുക്ക് എടുക്കണം. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. NA ഡിവൈഡഡ് ബൈ NB. വാട്ട് ഈസ് NA ഡിവൈഡ് ബൈ NB? NA divided by NB is equal to N0 of A divided by N0 of B into 2 to the power 2 divided by 2 to the power 4. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ N0 of Aയും N0 of Bയും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്പർ ഓഫ് ന്യൂക്ലിയൈ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ആറ്റം ഇനീഷ്യലി പ്രസന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന എന്ന് പറഞ്ഞാൽ N0 ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മോളാർ മാസ് ആണ്. അപ്പൊ N0 ഓഫ് എ ഡിവൈഡഡ് ബൈ N0 ഓഫ് ബി എന്ന് പറയുന്നത് മാസ് ഓഫ് എ, മാസ് ഓഫ് ബി ഡിവൈഡ് ബൈ മാസ് ഓഫ് എ. ദാറ്റ് മീൻസ് 2/1 ആണ്. ലെറ്റ് us substitute that here. 2/1 into 1 divided by, what is that? This is 4. That is equal to 1/2 കിട്ടി, which is nothing but 0.5. That is equal to x divided by 100. അപ്പോൾ x is equal to 50 എന്ന് കിട്ടി. We get x is equal to 50. That's answer. Okay. That is 2/1. Let me check. 1 divided by 2. 1 divided 2 to the 2. It's okay. That is 50 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A ray of light is incident at an angle of incidence 60 degree on a glass slab of refractive index √3. After refraction, light ray emerges out from other parallel phase. Lateral shift between the incident ray and emergent ray is 4√3. The thickness of the slab. ഈ സ്ലാബിന്റെ ഈ തിക്നെസ് കണ്ടുപിടിക്കുക. തിക്നെസ് T എന്ന് വിചാരിക്കുക. Let us think thickness to be T. നമുക്ക് ഈ ലാറ്ററൽ ഷിഫ്റ്റ് X തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ തന്നിട്ടുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുക, ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആദ്യമേ കണ്ടുപിടിക്കുക. എങ്ങനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടുപിടിക്കുക? സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ സൈൻ ആർ √3 സൈൻ ആർ √3 ഇൻറ്റു സൈൻ ആർ ഈസ് ഈക്വൽ ടു അതർ മീഡിയം ഈസ് എയർ, ദെർഫോർ 1 ഇൻറ്റു സൈൻ 60. സൈൻ 60 √3/2 ആണ്. അപ്പൊ √3 വെട്ടിപ്പോയിട്ട് സൈൻ ആർ ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി.
അങ്ങനെ R ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. അത് വെച്ചിട്ട് ജോമെട്രി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തിക്നെസ് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കൂ, നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? സി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. തിക്നെസ് T നമുക്ക് വേണം. ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഷിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് 60 ആണ്, ഇത് മൊത്തത്തിൽ 60 ആണല്ലോ. അപ്പോൾ ഇത് അതർ ആംഗിൾ, ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി 60. ഇനി ജോമെട്രി അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, എ ബി, എക്സ് ബൈ എ ബി എന്തായിരിക്കും? തിങ്ക് ദിസ് വേ. എക്സ് ബൈ എ ബി എന്ന് പറയുന്നത് സൈൻ, ദിസ് ആംഗിൾ ഈസ് നോട്ട്, ഇവിടെ എഴുതിയ ആംഗിൾ തെറ്റിപ്പോയി. ഇത് എത്രയായിരിക്കും? 30 ആയിരിക്കും. 30 പ്ലസ് 30 ആണല്ലോ 60 വരിക. അപ്പൊ എക്സ് ബൈ എ ബി എന്ന് പറയുന്നത് സൈൻ 30 ആണ്. സൈൻ 30 ആണ്. അല്ലെങ്കിൽ എ ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എ ബി ക്യാൻ ബി റിട്ടൺ ആസ്, അല്ലെങ്കിൽ എ ബിക്ക് നമുക്ക് 2x എന്ന് എഴുതാം. എ ബി ഈസ് ഈക്വൽ ടു 2x ആണ് നമുക്ക് മനസ്സിലായി. ലെറ്റ് ഇറ്റ് ബി. അല്ലെങ്കിൽ എ ബി നെ നമുക്ക്, ലെറ്റ് മീ റൈറ്റ് സം മോർ നീറ്റ്ലി. ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, എക്സ് ബൈ എ ബി എന്ന് പറയുന്നത് സൈൻ 30 ആണ്. അപ്പോൾ എ ബി ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ബൈ സൈൻ 30. അതവിടെ നിൽക്കട്ടെ. നമുക്ക് തിക്നെസ് ആണ് വേണ്ടത്. തിക്നെസ്, ഈ തിക്നെസ് ആണ് വേണ്ടത്. ഈ തിക്നെസ് എന്ന് പറയുന്നത് ടി ബൈ എ ബി എന്ന് പറയുന്നത് കോസ് 30 ആണ്, അല്ലേ? അപ്പൊ ടി ഈസ് ഈക്വൽ ടു, ലെറ്റ് us റൈറ്റ് ലൈക്ക് ദാറ്റ്, ടി ഈസ് ഈക്വൽ ടു എ ബി കോസ് 30 ആണ്. എ ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എക്സ് ബൈ സൈൻ 60 ആണ്. therefore ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ സൈൻ 60 ഇൻറ്റു സൈൻ 30. 60 അല്ല കേട്ടോ, ഐ റോട്ട് റോങ്. സൈൻ 30 ഇൻറ്റു, ലെറ്റ് മീ റൈറ്റ് അഗെയിൻ, ഞാൻ എഴുതിയ തെറ്റി. നോക്കൂ, ടി ഈസ് ഈക്വൽ ടു, എ ബിക്ക് എന്ത് എഴുതാം? എക്സ് ബൈ സൈൻ 30, എക്സ് ബൈ സൈൻ 30 ഇൻറ്റു കോസ് 30, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ടാൻ 30. എക്സ് എന്താണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. എക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാ 4√3 ആണെന്ന് പറയുന്നുണ്ട് ലാറ്ററൽ ഷിഫ്റ്റ്. അപ്പോൾ 4√3 ഡിവൈഡഡ് ബൈ ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. അപ്പോൾ √3യുടെ മുകളിലോട്ട് പോകുമ്പോൾ 4 × 3 12 എന്ന് കിട്ടും. 12 സെന്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഉണ്ടോ എന്ന് നോക്കാം. സോറി, ലെറ്റ് us റൈറ്റ് ഇറ്റ് ഹിയർ, 12 സെന്റിമീറ്റർ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, 8th ക്വസ്റ്റ്യൻ. എ സർക്കുലർ കോയിൽ ഓഫ് 1000 turns each with area 1 meter square is rotated about a vertical diameter at a rate of 1 revolution per second. 1 revolution per second. In a uniform horizontal magnetic field of 0.07 Tesla. Maximum voltage generated. ഇത് ജനറേറ്ററിന്റെ അതേ പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ ജനറേറ്ററിന്റെ കേസിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. E is equal to E0 sin omega t. This equation is known to you. ഇനി E0യുടെ സ്ഥാനത്ത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? N B A ഒമേഗ, പിന്നെ സൈൻ ഒമേഗ ടി. ഇനി ഇ മാക്സ് എത്രയാ? ഇ മാക്സ് എന്ന് പറഞ്ഞാൽ E0 ആണ്. ഇ മാക്സ് എന്ന് പറയുന്നത് N B A ഒമേഗയാണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N എത്രയാണ്? ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1000 എന്ന്. ബി എത്രയാണ്? 0.07 എന്നുണ്ട്. എ 1 ആണെന്നുണ്ട്. ഒമേഗ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 1 revolution per second എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 1 എന്ന് തന്നിട്ടുണ്ട്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ടൈംസ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 2π. അപ്പോൾ ഒമേഗനെ 2πക്ക് 22/7 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഈ 7 വെട്ടിപ്പോയി. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 222 440 വോൾട്ട് എന്ന് കിട്ടി. ആൻസർ ഈസ് 440. അടുത്ത 9th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നോക്കൂ, എ മോണോatomic ഗ്യാസ് പെർഫോംസ് എ വർക്ക് ഓഫ് Q/4 where Q is the heat supplied to it. The molar heat capacity of the gas will be dash during the transformation. ഇതൊരു ഐസോകോറിക് ആണെന്നോ ഐസോബറിക് പ്രോസ് ആണോ ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് കൊടുത്തിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിലാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ജനറൽ കേസ് നമ്മൾ എങ്ങനെയാ സി എഴുതുക? സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈ
divided by n delta t. N delta t. This is the very definition of specific heat. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ആണെന്ന് പറയുന്നുണ്ട്. Therefore, C is equal to Q divided by N delta T. അപ്പൊ N delta T കണ്ടുപിടിച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N delta T കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇവിടെ കൊടുത്തിട്ടുള്ള ഹീറ്റ് ക്യൂ ആണെന്നും വർക്ക് ഡൺ ക്യൂ ബൈ 4 ആണെന്നും ഉണ്ട്. അപ്പൊ ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ മൈനസ് ക്യൂ ബൈ 4 വിച്ച് ഈസ് 3Q divided by 4. ഇനി ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എൻ സി വി ഡെൽറ്റ ടി ആണ്. എൻ സി വി ഡെൽറ്റ ടി നമുക്കറിയാവുന്നതാണ്. ഈസ് ഈക്വൽ ടു 3Q divided by 4. നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എൻ ഡെൽറ്റ ടി ആണ് വേണ്ടത്. Therefore, എൻ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 3Q divided by 4CV. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ. ഇതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സി ഈസ് ഈക്വൽ ടു ക്യൂ അതുപോലെ എഴുതി. എൻ ഡെൽറ്റ ടിക്ക് പകരം 3Q ഡിവൈഡഡ് ബൈ 4C എന്നുള്ളത് മുകളിലോട്ട് എഴുതി. 4CV. അങ്ങനെ ക്യൂവും ക്യൂവും വെട്ടിപ്പോയിട്ട് നമുക്ക് 4/3 CV. CV എന്ന് പറയുന്നത് മോണോ ആറ്റോമിക് ആയതുകൊണ്ട് 3/2R ആണ്. അങ്ങനെ നമുക്ക് 2R എന്ന ആൻസർ കിട്ടി. 2R. Therefore, you have to fill here with the 2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ. In an experiment to verify Newton's law of cooling, the graph is plotted between temperature difference delta T of the water and the surrounding and time as shown in the figure. The initial temperature of the water is taken as 80 degrees Celsius. Initial temperature 80 degrees Celsius ആണ്. Value of T2 as a function of graph is. പക്ഷേ ഈ തന്നിട്ടുള്ള ഗ്രാഫിൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കി. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T is equal to 0 ടെമ്പറേച്ചർ. അത് 60 എന്നാണ് എടുത്തിട്ടുള്ളത്. 60. ലുക്ക് ഹിയർ. എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി അതിന് ടെമ്പറേച്ചർ 80 ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ അല്ലെങ്കിൽ ഒബ്സർവേഷൻ റീഡിങ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ 60 ആണ്. അപ്പൊ ഇത് ഒരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഗ്രാഫാണ്. ഈ ഗ്രാഫ് തരുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് സറൗണ്ടിങ്സും ആണ്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിന്റെ ജനറൽ ഇക്വേഷൻ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി 0 e to the power minus lambda t എന്ന് എഴുതാം. ലാംഡ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. ഡെൽറ്റ ടി 0 എന്ന് പറഞ്ഞാൽ എന്താണ്? T0യിൽ ടിക്ക് 0 കൊടുത്താൽ ഡെൽറ്റ ടി എത്രയാണോ അതാണ് ഡെൽറ്റ ടി 0 എന്ന് പറഞ്ഞാൽ T is equal to 0യിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഡെൽറ്റ ടി 0. അത് എത്രയാണ്? നമ്മുടെ കയ്യിലുണ്ട് 60. ഡോണ്ട് ടേക്ക് 80. ഓക്കെ. ഈ ഗ്രാഫ് പ്രകാരം ഡെൽറ്റ ടി 0 ഈസ് ഈക്വൽ ടു 60. അപ്പം നമുക്ക് രണ്ട് സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ടല്ലോ. സി ഈ ടെമ്പറേച്ചറും ആ ഡെൽറ്റ ടി നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 6 ആണ്. അപ്പോൾ ഒരു ഇക്വേഷൻ എഴുതാം നമുക്ക്. 40 ഡെൽറ്റ ടിക്ക് ലെറ്റ് മീ 40 ഈസ് ഈക്വൽ ടു 60 e to the power minus lambda t. T 6 ആണ്. അപ്പോൾ 6 ലാംഡ. ഇതില് നമുക്കൊരു കാര്യം ചെയ്യാം. 60നെ ഇപ്പുറം കൊണ്ടുവന്നിട്ട് രണ്ട് സൈഡും ലോഗ് എടുക്കുകയാണെങ്കിൽ we can write this equation like this. What? 6 lambda is equal to ln 3/2. 3/2. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഞാൻ റെസിപ്രോക്കൽ എടുത്തു. റീഅറേഞ്ച് ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? നാച്ചുറൽ ലോഗ് എടുത്തു. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ. 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പോൾ അടുത്ത ഇക്വേഷൻ ഞാൻ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്. ലുക്ക്. നെക്സ്റ്റ് ഇക്വേഷൻ is 20 is equal to 60 e to the power minus lambda t എന്നുള്ളത് T2. ഇതും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. 60നെ ഇപ്പുറം കൊണ്ടുവന്നു. അപ്പോൾ 1/3 ആയി റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ലോഗ് എടുക്കുന്നു. അങ്ങനെ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ലാംഡ T2 ഈസ് ഈക്വൽ ടു ln3 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ 2. This one, the other one is equation 1. ഇനി 1/2 ഞാൻ ചെയ്യുകയാണെങ്കിൽ what will I get? Let me do 1/2. അപ്പോൾ T2 divided by 6 is equal to ln3 divided by ln3/2 എന്ന് പറയുന്നത് ln3 minus ln2 ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഇത് നാച്ചുറൽ ലോഗരിതമാണ്. ഇതിനെ നമുക്ക് ബേസ് 10ലേക്ക് മാറ്റാം. ഓക്കെ. അപ്പൊ ഇത് റേഷ്യോ ആയിട്ട് ബേസ് 10ലേക്ക് മാറ്റിയാലും നാച്ചുറൽ ലോഗ് ആണെങ്കിലും വാല്യൂവിന് മാറ്റം വരില്ല.
അപ്പോൾ T2 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു ലോഗ് ബേസ് 10 3 ഡിവൈഡഡ് ബൈ ലോഗ് ബേസ് 10 3 മൈനസ് ലോഗ് ബേസ് 10 2. കാരണം എന്താണ്, ലോഗ് 3യുടെ വാല്യൂ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ. അങ്ങനെ ഈ വാല്യൂ T2 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 0.48 ആണ് ലോഗ് 3യുടെ വാല്യൂ, നിയർലി അബൌട്ട് 0.48 മൈനസ് ലോഗ് 2ന്റെ വാല്യൂ എല്ലാവർക്കും അറിയാം 0.30. അങ്ങനെ ഇത് 0.48. ലെറ്റ് മീ റൈറ്റ് ക്ലിയർലി what you will get 0.48 divided by 0.18 എന്ന് വന്നു. So what we got is this. Listen here. What we got is T2 divided by 6 is equal to 0.48 divided by, അല്ലെങ്കിൽ 48 divided by 18 എഴുതാമല്ലോ. 48 divided by 18. അപ്പോൾ നമുക്ക് T2 is equal to 48 divided by 3 എന്ന് വന്നു. T2 is equal to 16 ആൻസർ കിട്ടും. Therefore, the temperature T2 is equal to 16. Okay, that's all about this discussion. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു. Thank you for watching.